ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പൂയും എക്സാമും എല്ലായിട്ട് ഭയങ്കര തിരക്കിലായി. ഇനി പൊങ്കാലിടാമോ ആറ്റുകാലി വരെ പൂയം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മോണ കാണാൻ നല്ല ക്ഷീണുണ്ട്. ഇടയിലൊന്ന് കണ്ണു തുറന്നു നോക്കി പൊജാളിന്ന് പടം വരയ്ക്കും. അങ്ങനെ തിരുവനന്തപുരം ചെന്നതും ഡ്രസ്സ് മാറിയിട്ട് നേരെ ഇറങ്ങി. കുറച്ചു നേരം ഇനി ഭക്തി മൂടാവും. അമ്മേനെ അറിയാലോ, ഒരു ദിവസം മുന്നെത്തിയോണ്ട് ഇനി എല്ലാ അമ്പലം കയറി ഇവര് പിന്നെ ഇങ്ങനെയാണ് കുട്ടികളുടെ മാതിരി. എല്ലാ അമ്പലങ്ങളും ഒരുവിധം പോയി. പിന്നെ ഒരുപാട് കല്ലുകൾ. നാളെ പൊങ്കാലയ്ക്ക് സ്ഥലം പിടിച്ചത് ഈ ഓട്ടോക്ക് ഒളിമ്പിക്സിൽ ഓടാൻ ചെയ്യുന്ന ഒരു ഗോൾഡ് മെഡൽ ഉറപ്പാണ്. അതുമാതിരിയാണ് ഈ വരിന്ന് ഓടിപ്പോണത്. ഇനി ഈ സുന്ദരൻ ഞാൻ തന്നെ വേറൊരു സുന്ദരൻ അടിപൊളി ഡാൻസ് ഒക്കെ ഭക്തിഗാനത്തിലും ഡാൻസ് കളിക്കാൻ പറ്റും. കുറച്ച് കഴിഞ്ഞ് വിശന്നപ്പോ സിന്തമ്മ നമുക്ക് ഷെയ്ക്ക് മേടിച്ചു. പൊങ്കാലയുടെ അന്ന് രാവിലെ എഴുന്നേറ്റപ്പുള്ള കുറച്ച് കാഴ്ചയാണ് കണ്ടപ്പോ കുമ്പിളപ്പാന്ന് തോന്നുന്നു. പിന്നെയാണ് തെരളി എന്ന് പറഞ്ഞത്. ആ ഗ്യാപ്പിൽ അപ്പൂനും വിളിച്ചിട്ട് നമ്മൾ പുറത്തു പോവാണ്. കാഴ്ചകളൊക്കെ കണ്ട് നടന്നപ്പോഴാണ് ഒരാൾ ചായ അടിക്കണ കണ്ടത്. വാവ്, ആ ചായ അടിക്കുന്ന സ്റ്റൈല് കണ്ട ചായ കുടിക്കാൻ തോന്നുന്നു. സുന്ദരേട്ടൻ എന്നാണ് അവിടെ ഉള്ളത് വിളിക്കുന്നത്. വീട്ടിലെത്തി പൊങ്കാലയുടെ റെഡി ആവലാണ്. നമുക്ക് പിന്നെ വീടിന് മുന്നിൽ തന്നെ ഇടാം. പിന്നെ എന്റെ ആഗ്രഹപ്രകാരം ഞാനിട്ടോണ്ട് പിന്നെ പെട്ടെന്ന് ഈ സംഭവം അങ്ങനെ അതിന്റെ ഇടയിൽ പുറത്തേക്കൊന്ന് പോയി പെന്നൊരാള് വെല്ലുവിളിക്കും. 10 ഗ്ലാസ് മോര് കുടിച്ച 100 CAKC അവരെ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കും. ഇതുവരെ ആരും വന്നിട്ട് ആ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷെ ഞാൻ അത് അടിച്ചെടുത്തിരിക്കുന്നു ഗൈസ്. നമ്മൾ തൃശ്ശൂർക്കാരോട് വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ്. എന്തായാലും നല്ല ചേട്ടന്മാരായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്താ പൈസ എടുക്കാത്തതെന്ന് ചോദിച്ചപ്പോഴാണ് അവിടുന്ന് വന്ന് ഇങ്ങനെ തെളിച്ചാൽ മാത്രമാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് അമ്മ പ്രസാദം കഴിച്ചു. അങ്ങനെ പരിപാടിയും കഴിഞ്ഞു. തിരിച്ചു പോവാണ്. അപ്പൊ ബാക്കി പിന്നെ കാണാം. ബൈ ബൈ.